എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 വിശ്വരൂപ ദർശന യോഗം. അല്ലയോ കൃഷ്ണ, അങ്ങയുടെയും മഹത്വം ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ എൻ്റെ സുഹൃത്താണ് എന്ന് മാത്രം വിചാരിച്ച് നമ്മൾ കളിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ കുളിക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒറ്റയ്ക്കായിരിക്കുമ്പോഴോ ഒക്കെ ഞാൻ അങ്ങയെ പലതും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ പരിഹസിച്ചിട്ട് പോലുമുണ്ട്. അതെല്ലാം അവിടുന്ന് എന്നോട് ക്ഷമിക്കണം എന്ന് അർജുനൻ കൃഷ്ണനോട് പറയുന്ന 42ാമത് ശ്ലോകം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കേട്ടു. ഇന്ന് 43ാമത് ശ്ലോകം മുതൽക്ക് നോക്കാം. ശ്ലോകം 43. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ നത്വൽസമോഭ്യസ്തധിക കുതോന്യ ലോകത്രയേപ്യപ്രതിമ പ്രഭാവ. അപ്രതിമ പ്രഭാവ, നിസ്തുലപ്രഭാവനായ ഭഗവാനെ, ത്വം ചരാചരസ്യ, അങ്ങ് ഈ ചരാചരാത്മകമായ അസ്യ ലോകസ്യ പിതാ, ഈ ലോകത്തിൻ്റെ പിതാവും, പൂജ്യ ഗരീയാൻ ഗുരു ച അസി, പരമപൂജ്യനായ ഗുരുവും ആകുന്നു. ലോകത്രയേ അപി, ഈ 3 ലോകത്തിലും, ത്വൽസമ ന അസ്തി, അവിടത്തേക്ക് തുല്യനായി ആരും തന്നെയില്ല. അഭ്യധിക അന്യ കുത, അങ്ങയേക്കാൾ ശ്രേഷ്ഠനായി വേറൊരാളില്ല എന്നാണ് അർജുനൻ പറയുന്നത്. അല്ലയോ ഭഗവാനെ, സർവഥാ പൂജ്യനായ ഈ ജഗത്തിൻ്റെ പിതാവും ജഗത്തിൻ്റെ ഗുരുവും അവിടുന്ന് തന്നെയാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന ആ 3 അവസ്ഥകൾ, അത് അനുഭവിക്കാനുള്ള സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണശരീരവും ഈ രൂപഭേദങ്ങളിലൊക്കെ കാണുന്നത് അവിടുന്ന്, എല്ലാം അവിടുന്നാണ് എന്നാണ് ആര് പറയുന്നത്? അർജുനൻ തിരിച്ചറിഞ്ഞ് ഭഗവാനെ സ്തുതിക്കുന്നത്. ഹേ ഭഗവൻ, അങ്ങയുടെ ആ പ്രഭാവം, അതിന് തുല്യമായിട്ട് വേറെ യാതൊന്നുമില്ല എന്ന് അർജുനൻ തിരിച്ചറിയാണ്. 43ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ നത്വൽസമോ അഭ്യസ്ത്യധിക കുതോന്യ ലോകത്രയേപ്യപ്രതിമ പ്രഭാവ. ശ്ലോകം 44. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഡ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയ പ്രിയായാർഹസി ദേവസോഢും. തസ്മാത് അഹം, അതിനാൽ ഞാൻ, ഈഡ്യം ഈശം ത്വാം, ആ സ്തുതിക്കാൻ ഏറ്റവും യോഗ്യനായ ഈശ്വരനായ അങ്ങയെ, കായം പ്രണിധായ പ്രണമ്യ, ദണ്ഡനമസ്കാരം ചെയ്യുന്നു. അവിടുന്ന് പ്രസാദയേ, പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാ പുത്രസ്യ, എപ്രകാരം? പിതാ പുത്രസ്യ അപരാധം ഇവ, പിതാവ് പുത്രൻ്റെയും, സഖാ സഖ്യു ഇവ, സുഹൃത്ത് സുഹൃത്തിൻ്റെയും, പ്രിയ പ്രിയായ, അതായത് ഭർത്താവ് ഭാര്യയുടെയും അപരാധം എപ്രകാരമാണോ ക്ഷമിക്കുന്നത്, ദേവ മമ അപരാധം, ഭഗവാനെ അവിടുന്ന് അടിയൻ്റെ അപരാധവും സോഢും അർഹസി, പൊറുക്കേണമേ എന്ന് അർജുനൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു മകൻ്റെ തെറ്റിനെ അച്ഛൻ എങ്ങനെയാണോ ക്ഷമിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ തെറ്റിനെ മറ്റൊരു സുഹൃത്ത് എപ്രകാരമാണോ ക്ഷമിക്കുന്നത്, ഒരു ഭാര്യയുടെ തെറ്റിനെ ഭർത്താവ് എങ്ങനെയാണോ ക്ഷമിക്കുന്നത്, അതുപോലെ ഈ ഉള്ളവൻ്റെ തെറ്റിനെയും അപരാധത്തെയും പൊറുക്കണേ എന്ന് അർജുനൻ പ്രാർത്ഥിക്കുകയാണ് അവിടെ. ആ 44ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഡ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയ പ്രിയായാർഹസി ദേവസോഢും. ശ്ലോകം 45. അദൃഷ്ടപൂർവം ഹർഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. അദൃഷ്ടപൂർവം ദൃഷ്ട്വാ, മുമ്പ് കണ്ടിട്ടില്ലാത്ത ഈ വിശ്വരൂപം കണ്ടിട്ട്, ഹൃഷിത അസ്മി, ഞാൻ, എനിക്ക് സന്തോഷമായി എന്ന്, തഥാ അപി മേ മന, അങ്ങനെയാണെങ്കിലും എൻ്റെ മനസ്സ്, ഭയേന പ്രവ്യഥിതം ച, ഭയം കൊണ്ട് വല്ലാതെ പേടിക്കുന്നു എന്ന്, ദേവാ തദ് രൂപം ഏവ, ഭഗവാനെ ആ മുമ്പത്തെ രൂപം തന്നെ,
മേ ദർശയ എനിക്ക് കാട്ടിത്തന്നാലും ദേവേശ ജഗന്നിവാസ പരമേശ്വര അവിടുന്ന് പ്രസാദിച്ചാലും എന്ന്. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വ മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത ഈ കാഴ്ച കണ്ടിട്ട് എനിക്ക് വല്ലാതെ ഒരാനന്ദം വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനോടൊപ്പം എനിക്ക് വല്ലാതെ ഭയമാവുകയും ചെയ്യുന്നുവെന്ന്. അതായത് നമ്മൾ മുമ്പ് ചെയ്യാത്തൊരു കാര്യം ആദ്യമായിട്ട് കാണുകയോ ആദ്യമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു സന്തോഷം ഉണ്ടാവുമെങ്കിൽ പോലും പിന്നെ വല്ലാതെ പകച്ചു പോവും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷനൊക്കെ മുമ്പ് ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത ഒരാൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു സുഖമൊക്കെ ഉണ്ടാവും. പക്ഷേ അതേ കയറിയ പോലെ തന്നെ അതിനകത്ത് തിരിച്ചിറങ്ങും ആ വ്യക്തി എന്നതുപോലത്തെ ഒരു അവസ്ഥ അർജുനനുണ്ടായി എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. 45-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഭഗവാനെ ഏത് രൂപത്തിൽ കാണാനാണ് അർജുനൻ ആഗ്രഹിക്കുന്നത് എന്നാണ് 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം. ശ്ലോകം 46. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തഥൈവ തേനേവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. തഥാ ഏവ അതായത് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ എന്നർത്ഥം. കിരീടിനം ഗദിനം ചക്രഹസ്തം ആ കിരീടവും ഗദയും ചക്രപാണിയുമായിട്ട് ത്വം ദൃഷ്ട്വാം അഹം ഇച്ഛാമി അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹസ്രബാഹോ ഇപ്പോൾ എങ്ങനെയാണ്? ആയിരക്കണക്കിന് കൈകളോടുകൂടിയ വിശ്വമൂർത്തിയായ ഭഗവാനെ ചതുർഭുജേന 4 കൈകളോടുകൂടിയ തേന രൂപേണ ഏവ ഭവ ആ രൂപത്തിൽ തന്നെ അങ്ങ് വരണേ എന്നാണ് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് അർജുനൻ പറയാണ്. ആ കൃഷ്ണനെ പഴയ രൂപത്തിൽ തന്നെ കാണാനാണ് അർജുനൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ആ വിശ്വരൂപം കണ്ടിട്ട് അർജുനന് പേടിയാവുകയാണ്. 4 കൈകളോട് കൂടിയ ആ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് അർജുനൻ കൃഷ്ണനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന്. 4 കൈകൾ ചതുർബാഹു 4 കാര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതേപോലെ തന്നെ നീലവർണ്ണം, ഭഗവാന്റെ നിറം നീലയാണ്. നീല അനന്തതയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആകാശത്തിൻ്റെ നിറം നീലയാണ്. അതുപോലെ തന്നെ അഗാധമായ സമുദ്രവും നീലയാണ്. അനന്തതയാണ് ആ നീല കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ദേശീയ പതാകയില്ലേ, അതിന് ഓരോ വർണ്ണത്തിനും ഓരോ അല്ലേ എന്നതുപോലെ ആണ് ഇവിടെയും. അതുപോലെ തന്നെ മഞ്ഞപ്പട്ടുടയാട പൂണ്ടോരുടലും ആ മഞ്ഞപ്പട്ട് ഭൂമിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ഭൂമിയുടെ നിറമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള രൂപത്തിൽ അവിടത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഭഗവാൻ പ്രാർത്ഥിക്കുകയാണ്. 46-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. കിരീടിനം ഗദിനം ചക്രഹസ്തമിച്ഛാമി ത്വാം ദൃഷ്ടുമഹം തഥൈവ തേനേവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. 47-ാമത്തെ ശ്ലോകം ഭഗവാൻ അർജുനനെ ആശ്വസിപ്പിക്കുന്നതാണ്. ശ്ലോകം 47. ശ്രീ ഭഗവാനുവാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. ശ്രീ ഭഗവാൻ ഉവാച ഭഗവാൻ പറഞ്ഞു. എന്താണ്? അർജുന പ്രസന്നേനമയ, അർജുന നിന്നിൽ ഞാൻ പ്രസന്നനായി എന്ന്. ആത്മയോഗാത് ഇതം പരമം രൂപം തവ ദർശിതം, ഈ പരമമായ ഉത്കൃഷ്ടമായ രൂപം ഞാൻ നിനക്ക് കാട്ടിത്തന്നു. തേജോമയം വിശ്വം, തേജോമയവും വിശ്വാത്മകവും അനന്തം ആദ്യം, അനന്തവും ആദിമൂലവുമായ യത്നേ രൂപം, എൻ്റെ ഈ രൂപം ത്വദന്യേന ന ദൃഷ്ടപൂർവം, നീ ഒഴിച്ചു മറ്റാരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന്. ഹേ അർജുന, എൻ്റെ പ്രസാദത്താലാണ്, അനുഗ്രഹത്താലാണ് ഈ ദിവ്യരൂപം, ഈ ദിവ്യദർശനം നിനക്ക് ലഭിക്കാൻ ഇടവന്നത്. ഇതത്ര സുലഭമായി എല്ലാവർക്കും
കിട്ടുന്നതല്ല എന്ന്. ഈ തേജോമയവും അനന്തവും ആദിമൂലവുമായ ഈ വിശ്വരൂപം നീ അല്ലാതെ ഇതിനു മുൻപ് മറ്റാരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ശ്ലോകം 47 ഒന്നുകൂടെ നോക്കാം. ശ്രീ ഭഗവാനുവാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. ശ്ലോകം 48 ന വേദയജ്ഞാധ്യയനൈർന ദാനൈഃ ന ചക്രിയാഭിർന തപോഭിരുഗ്രൈഃ ഏവം രൂപ ശക്യമഹം നൃലോകേ ദൃഷ്ടും ത്വദന്യേന കുരുപ്രവീര. കുരുപ്രവീര, ഹേ കുരുശ്രേഷ്ഠ, നൃലോകേ ത്വദന്യേന, മനുഷ്യലോകത്തിൽ നിനക്കല്ലാതെ മറ്റാർക്കും വേദയജ്ഞാധ്യയനൈ, വേദം യജ്ഞം സ്വാധ്യായം ഇവ കൊണ്ട് ഏവം രൂപ അഹം, എന്നെ ഈ രൂപത്തിൽ ദൃഷ്ടും ന ശക്യ, കാണാനാവില്ല. ദാനൈ ന ക്രിയാഭി ചന, ദാനങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ, ഉഗ്രൈ തപോഭി ചന, കഠിനമായ തപസ്സുകൊണ്ടോ സാധ്യമല്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഈ അർജുനന് ലഭിച്ച ആ ദിവ്യമായ അനുഭൂതി വേദാധ്യായനം കൊണ്ടോ ജ്ഞാനാദി ക്രിയകൾ കൊണ്ടോ ദാനങ്ങൾ കൊണ്ടോ കഠിനമായ തപസ്സുകൊണ്ടോ ഒന്നും ആർക്കും ഈ ഈശ്വര രൂപത്തെ കാണാൻ സാധിക്കില്ല എന്ന്. ഒരാൾ വേദജ്ഞനായിക്കോട്ടെ, ഇല്ലെങ്കിൽ വൈദിക കർമ്മങ്ങളും തപശ്ചര്യകളൊക്കെ അനുഷ്ഠിക്കുന്ന ആളായിക്കോട്ടെ, അതുകൊണ്ടൊന്നും മാത്രം ഈശ്വര ദർശനം, ആ ആത്മാനുഭൂതിയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് സ്വാധ്യായം, ദാനം, യജ്ഞം, തപസ് ഇതൊക്കെ ഈ സാധകനെ സജ്ജമാക്കാനുള്ള ഉപാധികൾ മാത്രമാണ്, ഉപായങ്ങൾ മാത്രമാണ്, അത് ലക്ഷ്യമല്ല എന്നാണ് ഇവിടെ അടിവരയിട്ട് പറയുന്നത്. ഈ ഭക്ഷണം പാകം ചെയ്തതുകൊണ്ട് മാത്രം വിശപ്പ് മാറുമോ? അത് കഴിച്ചു കഴിഞ്ഞാലല്ലേ വിശപ്പ് മാറുള്ളൂ എന്നതുപോലെ ഇതെല്ലാം ഉപായങ്ങൾ മാത്രമാണ്. ഇതിലേക്ക് നമ്മൾ കടന്നാൽ മാത്രമാണ്, ഇത് ഒരു ലെവലിൽ നിന്ന് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രം ഇത് മനഃശുദ്ധിക്കുള്ള ഉപാധികൾ മാത്രമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. 48-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ന വേദയജ്ഞാധ്യയനൈർന ദാനൈഃ ന ചക്രിയാഭിർന തപോഭിരുഗ്രൈഃ ഏവം രൂപ ശക്യ അഹം നൃലോകേ ദൃഷ്ടും ത്വദന്യേന കുരു പ്രവീര. 49-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, നീ ഇതൊന്നും കണ്ട് ഭയപ്പെടണ്ട, എൻ്റെ പഴയ രൂപം തന്നെ കണ്ടോളൂ എന്നാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. ഇന്നിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.